عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلوات ربي وسلامه على رسوله الأمين وعلى آله الطيبين وأصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين. മഹാന്മാരായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, മറ്റ് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയപ്പെട്ട നേതാക്കളെ, ഈ മഹത്തായ പരിപാടിയിലൂടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശ്വാസികളായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ബഹുമാന്യനായ സിറാജുദ്ദീൻ ഖാസിമി ഉസ്താദ് ഇവിടെ സന്നിഹിതനായതുകൊണ്ട് ഇനി ഞാൻ ഒന്നും പറയാതിരിക്കലാണ് ഔചിത്യം. നിങ്ങളുടെ കണ്ണും കാതും മനസ്സും അദ്ദേഹത്തിലേക്കാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് എൻ്റെ സംസാരം നിർത്തും. ബഹുമാന്യനായ നമ്മുടെ അധ്യക്ഷൻ, എൻ്റെ സഹോദര തുല്യം സ്നേഹിക്കുന്ന മുസ്തഫ സാഹിബിൻ്റെ ക്ഷണപ്രകാരമാണ് ഇങ്ങോട്ട് വന്നത്. മനോഹരമായ ഈ ബിൽഡിങ് മലാർ മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിന് വേണ്ടി അതിൻ്റെ ദൈനംദിന ചിലവുകളും മറ്റും നടന്നു പോകാൻ വരുമാനം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി സമുദായത്തിലെ ഒരുപാട് സമുദായ സ്നേഹികളായ മനുഷ്യർ ചെയ്ത സംഭാവനയുടെ ഫലത്തിൽ നിർമ്മിച്ചുണ്ടാക്കിയതാണിത്. ഒറ്റ വിഷയമേ ഞാൻ പറയുന്നുള്ളൂ. ഈ മഹത്തായ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭവനത്തെ പരിപാലിക്കാനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വിഷയം, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ആയത്തിന്റെ ആദ്യത്തിൽ ഇന്നമാ എന്നൊരു പ്രയോഗമുണ്ട്. എന്താണ് ആ പ്രയോഗം ഈ ആയത്തിന്റെ അർത്ഥത്തിൽ വരുത്തുന്ന മാറ്റം എന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തെ സംരക്ഷിക്കുക, അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ മാത്രമാണ് എന്നാണ്. ഇത് വിശദീകരിക്കാൻ സമയമല്ല. ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഇദാ റഅയ്തുമുർ റജുല യഅ്മുറു മസാജിദല്ലാഹ് ഫഹസ്സിനിൽ നബി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഭവനത്തെ പരിപാലിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അവരെ കുറിച്ച് നല്ലത് ചിന്തിക്കണം എന്നാ. നല്ലത് ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ മോശം ചിന്തിക്കാൻ പാടില്ല എന്നാ. ഈ ആയത്തിന്റെ അർത്ഥവും ഈ ഹദീസിന്റെ അർത്ഥവും ഒന്ന് ചേർത്ത് വെച്ച് നിങ്ങളെ പിരിഞ്ഞു പോകുന്ന സമയത്തൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തെ പരിപാലിച്ചാലുള്ള വലിയ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പള്ളി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തില് അത് മുസ്ലിമീങ്ങൾ മാത്രം അല്ല അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്, എല്ലാ വിഭാഗം ജനങ്ങളും. കാരണം സ്നേഹം സ്പ്രെഡ് ചെയ്യുന്ന ഒരു കേന്ദ്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ
സംരംഭത്തെ നമ്മിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. ഇതിനു വേണ്ടി സംഭാവന ചെയ്ത നിരവധിയായ മനുഷ്യർ, ഇതിന് സ്ഥലം സംഭാവന ചെയ്തവർ, മരിച്ചുപോയവർ ഒക്കെ ഉണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ബർസഖിയായ ജീവിതവും ഉഖ്റവിയായ ജീവിതവും വലിയ റാഹത്തിലും സന്തോഷത്തിലും അള്ളാഹു ആക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.